ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എക്സ്റ്റൻഷൻ ബോർഡിനെ കുറിച്ചാണ്. അതായത് കേബ്ലറ്റ് എന്നൊരു ബ്രാൻഡിന്റെ 3-വേ എക്സ്റ്റൻഷൻ ബോർഡാണിത്. 3 സോക്കറ്റ് വരുന്ന ഒരു മോഡലാണിത്. അതായത് 3 സോക്കറ്റിനും 3 സ്വിച്ചസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡലാണിത്. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 10 ആംപിയറിന്റെ ആണ് കറണ്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിന്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2500 വാട്ട് ആണ്. പിന്നീട് ഇവർ ഈ ഒരു മോഡലിന് പറയുന്ന മറ്റു പല ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബോക്സിന്റെ സൈഡിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്ലെയിം റീറ്റാർഡന്റ് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡിന്റെ ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലെയിം റിട്ടാർഡന്റ് ആണ്. ഫ്ലെയിം പെട്ടെന്ന് കയറി ക്യാച്ച് ചെയ്യാത്ത ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ LED സ്വിച്ചസ് എന്നാണ് പറയുന്നത്. അതായത് ഈ കാണുന്ന 3 ബട്ടൺ നമ്മൾ സാധാരണ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് അത് നമ്മൾ ഓൺ ഓഫും ചെയ്യുന്ന പോലെയല്ല, ഇത് പുഷ് ബട്ടൺ ആണ് വരുന്നത്. നമുക്ക് പുഷ് ചെയ്താൽ മാത്രം ഓണും ഓഫും ചെയ്യാവുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു പുഷ് ബട്ടണിൽ തന്നെയാണ് അവരൊരു LED കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓൺ ആണോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു നീല LED കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നീല ലൈറ്റ് കത്തി കിടക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ ഒരു സോക്കറ്റ് ഓൺ ആണെന്നുള്ളത്. അത് നല്ലൊരു ബെസ്റ്റ് ഫീച്ചർ ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇവർ പറയുന്നതാണ് ഇതിന്റെ ബ്രാസിന്റെ ആണ് ഇന്നർ സ്ലീവ് ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതൊരു യൂണിവേഴ്സൽ സോക്കറ്റ് ആണ്. നമുക്ക് ഏത് വേണേലും നമുക്ക് ഇതിൽ പ്ലഗ് ചെയ്യാവുന്ന ടൈപ്പാണ്. ഇന്ത്യൻ ടൈപ്പ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഏത് വേണേലും നമുക്ക് സോക്കറ്റിനകത്ത് കണക്ട് ചെയ്യാം. അതായത് ഈ ഒരു സോക്കറ്റിനകത്തൊക്കെ നമ്മൾ ചില ചാർജറൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴേക്കും ലൂസ് ആയി പോകും, ചിലപ്പോൾ ടൈറ്റ് ആയിട്ടിരിക്കും, നല്ല ടൈറ്റ് ആയിരിക്കും. ഇതിന് യാതൊരു പ്രശ്നം തന്നെ അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം എല്ലാ ടൈപ്പ് നമ്മളെ ഒരു സോക്കറ്റിനകത്ത് കയറ്റുന്ന എല്ലാ ടൈപ്പ് പ്ലഗും അല്ല ഇതിനകത്ത് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് എവിടെ നിലത്ത് വെച്ചൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. കാര്യം ഇതിന്റെ അകത്ത് വോൾ മൗണ്ട് ഫീച്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇതിനകത്ത് സ്ക്രൂ കണക്ട് ചെയ്താൽ നമുക്ക് എവിടെയെങ്കിലും വോളിലൊക്കെ ആണെങ്കിലും നമുക്ക് തൂക്കിയിടുക അല്ലെങ്കിൽ ഫിക്സ് ആയിട്ട് തന്നെ നമുക്ക് വെക്കാനും പറ്റുന്നതാണ്. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു ഫീച്ചറാണ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു കോപ്പർ കേബിൾ ആണ് വരുന്നത്. ഈ ഒരു കേബിൾ തന്നെ കാണുന്നത് നല്ല അത്യാവശ്യം നല്ല ഹെവി ഡ്യൂട്ടി തന്നെയാണ്. അതായത് നല്ല ക്വാളിറ്റി ഉള്ള കേബിളാണ്. ഈ ഒരു കേബിളിന്റെ കാര്യത്തിൽ നമുക്ക് എടുക്കുമ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് എടുക്കുമ്പോഴേക്കും പലരും വില കുറഞ്ഞ് തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡ് കിട്ടും. നമുക്ക് 3 അല്ല ഒരുപാട് സോക്കറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കിട്ടാറുണ്ട്. പക്ഷെ എന്നാൽ അതിനകത്ത് നമുക്ക് 3 പിൻ അല്ല വരുന്നത്, 2 പിന്നിന്റെ ഒക്കെയാണ് വരുന്നത്. നമുക്ക് അതിനകത്ത് കൂടുതൽ വാട്ട് എടുക്കുന്ന ഉപകരണങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം ഹീറ്റിംഗ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് വരെ ഡാമേജ് ആവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എപ്പോഴും എക്സ്റ്റൻഷൻ ബോർഡൊക്കെ എടുക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നോക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീരെ വണ്ണം കുറഞ്ഞ 2 പിന്നിന്റെ ഒക്കെ പ്ലഗ് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. കൂടുതൽ വാട്ട് എടുക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇതുപോലത്തെ ഇതിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. ഇതിനാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല വയറിന്റെ ലെന്ത് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു വണ്ണം ആണെങ്കിലും നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഇത് യൂസ് ചെയ്ത് വെച്ചുള്ള അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഏറ്റവും ബെസ്റ്റ് തന്നെയായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ എക്സ്റ്റൻഷൻ ബോർഡൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് പവർ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടാറില്ല. ഇതാകുമ്പോൾ 2500 വാട്ട് വരെ മാക്സിമം നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അത്രയും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ അത് 3 സോക്കറ്റ് ആണ്. അപ്പം 3 സോക്കറ്റ് അറ്റ് എ ടൈം നമ്മൾ 2500 വാട്ടൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ യൂസേജ്, അതായത് 100 വാട്ട് 200 വാട്ടൊക്കെ മാക്സിമം പോയാലും നമുക്ക് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോക്കറ്റിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റേ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഴയ ഓൾഡ് ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു സ്വിച്ചസോ കാര്യങ്ങളൊന്നും അല്ല, കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡലാണ്. പുതിയ ടൈപ്പിലുള്ള പ്രസ് ചെയ്യുന്ന ടൈപ്പുള്ള ആ ഒരു സ്വിച്ചസ് ആണ് വരുന്നത്. നമുക്ക് ആ സ്വിച്ചിൽ തന്നെയാണെങ്കിൽ ലൈറ്റ് വരുന്നുള്ളതുകൊണ്ട് തന്നെ അടിപൊളി തന്നെയാണ്. നമുക്ക് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൺ ആയി തന്നെയാണ് കിടക്കുന്നത്. ഓൺ ആയി കിടക്കുമ്പോൾ ഈ ഒരു നീല ലൈറ്റ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് ഓഫ് ആകും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് ഓഫ് ആണ് എന്നുള്ളത്. കുറച്ചുള്ള ഇൻഡിക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബെറ്റർ ഡീൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ചസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചുകൾ തന്നെയാണ്. നമുക്ക് ആ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഒരു നെഗറ്റീവ് അല്ല എങ്കിൽ പോലും അത്യാവശ്യം ചെറിയൊരു നെഗറ്റീവ് പോലെ ഫീൽ ആയത് ഇതിന്റെ ലെന്ത് ആണ്. ഇതിന്റെ ലെന്ത് വരുന്നത് 4.5 മീറ്റർ ആണ്. എന്നാൽ ഈ ഒരു 4.5 മീറ്റർ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് നമ്മൾ ലെന്ത് അളന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4.5 മീറ്റർ ഇല്ല, ഏകദേശം ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അതായത് ചിലപ്പോൾ 4.2 മീറ്റർ ഒക്കെ ആയിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെന്തിന്റെ കാര്യത്തിൽ മാത്രം ചെറിയ നെഗറ്റീവ് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡിന്റെ പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഇതുപോലെ 3 സോക്കറ്റ് 3 സ്വിച്ച് ഉള്ളത്, അതുപോലെ തന്നെ 3 സോക്കറ്റ് 1 സ്വിച്ച്, അതായത് ഈ 3 സോക്കറ്റിനും ഒരു സ്വിച്ച് മാത്രമായിട്ടുള്ളതുകൊണ്ട് അതിനൊക്കെ വരുമ്പോഴേക്കും റേറ്റ് കുറവിൽ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ എന്നാൽ അറ്റ് എ ടൈം നമ്മൾ ഒരു സമയത്ത് ഒരു സോക്കറ്റ് മാത്രം ഉപയോഗിക്കുന്നുള്ളതിലും നമുക്ക് ആ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് ബാക്കിയുള്ള സോക്കറ്റിലേക്കും കറണ്ട് കൊടുക്കുന്ന രീതിയിൽ ഓൺ ആക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഈ 3 സോക്കറ്റ് എന്നുണ്ട്, 4 സോക്കറ്റ്, അതിന് 4 സ്വിച്ചസ്, അതുപോലെ തന്നെ 1 സ്വിച്ച് വരുന്ന മോഡൽ, അതുപോലെ തന്നെ 5 സോക്കറ്റ് വരുന്നത്, അതിന് 1 സ്വിച്ച് വരുന്നതും, അതിന് അതുപോലെ തന്നെ 5 സ്വിച്ച് വരുന്ന മോഡൽ, അതുപോലെ തന്നെ 6 സോക്കറ്റ് ഉള്ളതും, അതുപോലെ അതിൽ 1 സ്വിച്ച് വരുന്ന മോഡലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ലെന്തിന്റെ ഒരു അളവ് വരുന്നത് 4.5 മീറ്ററും അതുപോലെ തന്നെ 1.8 മീറ്ററും ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അത് കുറച്ചുകൂടെ കൂടുതൽ വെറൈറ്റി ഉണ്ടായിരുന്നതിൽ, ലെന്തിന്റെ കാര്യത്തിൽ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നതിൽ നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇതിന്റെ അതിപ്പം ഈ ഒരു 4.5ഉം 1.8 മീറ്ററും ഒക്കെ ഇതിനകത്തുള്ളൂ. പിന്നെയുള്ള കാര്യം, നമുക്ക് ഈ ഒരു മോഡലിന്റെ ഈ ഒരു ബോക്സിന്റെ അകത്ത് നമുക്ക് വേറൊന്നും തന്നെ വരുന്നില്ല. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലോ അല്ലെങ്കിൽ വാറണ്ടി കാർഡോ അങ്ങനെയുള്ള ഒന്നും തന്നെ വരുന്നില്ല. 1 ഇയർ ആണ് വാറണ്ടി ഇവർ പറയുന്നത്, പക്ഷെ ഇതിന്റെ അത് വാറണ്ടി കാർഡൊന്നും അവൈലബിൾ അല്ല. അതുപോലെ നമുക്ക് ഇതേ സെയിം ഡിസൈനിൽ തന്നെ ഇപ്പോൾ ഒരുപാട് മറ്റ് ബ്രാൻഡ്സുകൾ ഇതുപോലുള്ള എക്സ്റ്റൻഷൻ ബോർഡുകൾ ഇറക്കുന്നുണ്ട്. ചിലതൊക്കെ ഫേക്ക് ആയിരിക്കാം, ചിലതിനൊന്നും നമുക്ക് ഈ പറയുന്ന ഈ 3 സോക്കറ്റ്, അതായത് ഗ്രൗണ്ടിന്റെ സോക്കറ്റിന്റെ അകത്തൊന്നും വയർ കണക്ഷൻ ഒന്നും തന്നെ ഇല്ലാത്ത ഒരുപാട് മോഡൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, നമുക്ക് ആ ഒരു വയർ കണക്ഷൻ ഇല്ല 3 പിന്നിന്റെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. അതുപോലെ തന്നെ ഇവരുടെ കേബിളായിട്ട് എന്ന ഈ ഒരു ബ്രാൻഡിങ് നെയിം ഒക്കെ ഇവിടെ കൃത്യമായിട്ട് തന്നെ പഞ്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തന്നെ സെയിം ഒറിജിനൽ മോഡൽ തന്നെയാണിത്. അപ്പോൾ ഇതിന്റെ യൂസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അത്യാവശ്യം കാര്യം നമ്മുടെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കും. ഈ ഒരു വയർ ക്വാളിറ്റി, ഈ കേബിളിന്റെ ക്വാളിറ്റി എല്ലാം നോക്കുന്ന തന്നെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് വൈറ്റ് കളറാണ് മോഡൽ വരുന്നത്. ഇതിന്റെ എല്ലാം തന്നെ വൈറ്റ് കളറാണ് വരുന്നത്. ഈ വൈറ്റ് കളർ വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡസ്റ്റ് കാര്യങ്ങളെല്ലാം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ചെളിയൊക്കെ പിടിച്ച് ആ ഒരു കളർ ഫെയ്ഡ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം വേറെ കളർ വേരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. എന്തായാലും മറ്റ് എക്സ്റ്റൻഷൻ ബോർഡുകൾ വെച്ച് നോക്കുമ്പോഴേക്കും കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ്. കാര്യം അത്രത്തോളം ക്വാളിറ്റി ആണ് ഇതിന്റെ മെയിൻ എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം നല്ല വേരിയേഷൻ ഉള്ള ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. അതായത് 400, 500, 550, 600 ഇതിനിടയ്ക്കായിട്ടൊക്കെ വരുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ്. പല ഓഫേഴ്സ് ടൈമിലൊക്കെ ഇതിന്റെ റേറ്റ് കുറയാറുണ്ട്, ചില സമയം കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫിക്സഡ് പ്രൈസ് ആയിട്ട് ഇതിന് വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ, അതുപോലെ തന്നെ കാർഡ് ഓഫർ കാര്യങ്ങളെല്ലാം വരുമ്പോൾ തന്നെ ഇതിന്റെ റേറ്റ് കുറയുന്നുണ്ട്. പിന്നെ ഇന്നുള്ള പ്രൈസ് അല്ലായിരിക്കും നാളെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ബൈ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഇതിന്റെ പ്രൈസ് റേഞ്ച് നോക്കാവുന്നതാണ്. വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.